هي دارنا دار الرحيل وكلنا يوما إلى دار البقاء سنثمع هي دارنا دار الرحيل وكلنا يوما إلى دار البقاء سنثمع ما لي. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. يعمل بعلمك تغلم أيها الرجل لا ينفع العلم إن لم يحسن العمل والعلم زين وتقوى الله زينته والمتقون لهم في علمهم شغل. تعلم العلم واعمل ما استطعت به لا يلهينك عنه اللهو والجدل. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന മഹത്തായ ഈ വിജ്ഞാന ഗോപുരത്തിൻ്റെ പ്രഥമ സന്തതികളെ ആദരിക്കുന്ന ഈ മഹത്തായ വേദിയിൽ, അതുപോലെ തന്നെ സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള മഹാവ്യക്തിത്വങ്ങളെ, പ്രതിഭകളെ, രക്ഷിതാക്കളെ, ഈ സ്ഥാപനത്തിൽ നിന്ന് ബിരുദം നേടി പുറത്തിറങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, വളരെയേറെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് വിനയം ധാരാളമായി നിറഞ്ഞു നിൽക്കുന്ന മനസ്സുമായി റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ ഏറെ സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഓരോരുത്തരും ഈ നിമിഷത്തിന് സാക്ഷികളായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹനീയമായ ആദർശത്തെ മഹാരഥന്മാരായ അമ്പിയാക്കൾ ഈ ലോകത്തിന് കൈമാറി, അവരിൽ നിന്ന് സഹാബികളും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഏറ്റെടുത്ത് സാധുക്കളായ നമ്മുടെ കരങ്ങളിലേക്ക് കൈമാറി വന്നിട്ടുള്ള വിശുദ്ധ ഇസ്ലാം അഥവാ അഹ്ലുസുന്നത്ത് വൽ ജമാഅ, അതിൻ്റെ കൃത്യമായ ആദർശത്തിൻ്റെ രംഗത്ത് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടുന്ന ഇൽമ് എന്ന ബലവത്തായ ആയുധവുമേന്തിക്കൊണ്ട് സർവശക്തനായ നാഥനിൽ എല്ലാം തവക്കുലാക്കി അർപ്പണബോധത്തോടെ ഭരമേൽപ്പിച്ചുകൊണ്ട് തൗഹീദി പ്രബോധന മേഖലയിലേക്ക്
ഇറങ്ങിത്തിരിക്കാൻ കാത്തിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാർ. സർവശക്തനായ അല്ലാഹു ഏറെ കരുത്തും ധൈര്യവും ആത്മവിശ്വാസവും ഇൽമു കൊണ്ടുള്ള കൂടുതൽ അവൻ്റെ സഹായവും ബറക്കത്തും ഈമാനികമായ വർധനവും ഇഖ്ലാസിൻ്റെ നിറകുടങ്ങളായി ജീവിക്കുവാനുള്ള തൗഫീഖും നൽകിക്കൊണ്ട് ഇന്നിവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സ്നേഹിതന്മാരെ, വിദ്യാർത്ഥികളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പല സ്ഥാപനങ്ങളിൽ നിന്നും ഓരോ സനദ് ദാന ചടങ്ങുകളിലൂടെ നൂറുകണക്കിന് ആളുകളാണ് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നമ്മുടെ ഈ മഹത്തായ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന സർവശക്തനായ റബ്ബിൻ്റെ തൗഫീഖ് നിരന്തരം അവൻ ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന പടവുകൾ ഇനിയും ഒരുപാട് ഏറെ കയറുവാനുണ്ട് എന്ന തിരിച്ചറിവ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിനീതരായ ആളുകളുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഘട്ടത്തിലും ഏതാനും സന്തതികൾ ഇസ്ലാമിൻ്റെ ദഅവത്തുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്താണ് പ്രിയമുള്ളവരെ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്ന വെല്ലുവിളികൾ? ആരുമായാണ് നമുക്ക് സംവദിക്കേണ്ടത്? ആരെയാണ് അള്ളാഹുവിൻ്റെ ഈ മാർഗത്തിലേക്ക് നമുക്ക് നയിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉലമാഇനെ സംബന്ധിച്ചു പറഞ്ഞത്, അറിവ് നൽകപ്പെട്ടവരെ സംബന്ധിച്ചു പറഞ്ഞത്, ലോകത്തവർ എന്തിനേക്കാളും സാക്ഷ്യം വഹിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന പതിപ്പുകളായി നിലനിൽക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൻ്റെ പ്രഖ്യാപനത്തിലും അതിൻ്റെ പ്രചരണത്തിലും അതിൻ്റെ വ്യാപനത്തിലും ആ ആദർശത്തിൻ്റെ തെളിമയിൽ മായം കലർത്തുന്ന ആരൊക്കെയുണ്ടോ പ്രമാണങ്ങൾ കൊണ്ട് അവരെ പിടിച്ചു കെട്ടി ഇസ്ലാമിൻ്റെ ശുദ്ധമായ തൗഹീദിൻ്റെ തെളിമയിലേക്ക് ഈ സമൂഹത്തെ കൈപിടിച്ചു കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ബാധ്യതയായി നമ്മൾ അറിവ് എന്ന ആയുധം കൊണ്ട് നാം പ്രയോഗിക്കേണ്ടതായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായിക വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഷഹിദല്ലാഹ്, അല്ലാഹ് സാക്ഷ്യം വഹിക്കുകയാണ്. എന്തിനാണ് റഹ്മാനായ റബ്ബ് സാക്ഷ്യം വഹിക്കുന്നത്? അന്നഹു ലാ ഇലാഹ ഇല്ലാഹുവ, അവനൊഴികെ ഒരാരാധ്യനേയില്ല. തൗഹീദിൻ്റെ പ്രഖ്യാപനം, സർവശക്തനായ നാഥനല്ലാതെ ഒരാരാധ്യനില്ലെന്ന ലോകത്ത് മുഴുവൻ അമ്പിയാക്കളും ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ട് ധീരമായി ലോകത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് അല്ലാഹു സാക്ഷ്യം വഹിച്ചു. തുടർന്നുകൊണ്ട് പറയുന്നത്, രണ്ടാമത് എണ്ണുന്നത് വൽ മലായിക, അവൻ്റെ അടുക്കലുള്ള മുഖറബീങ്ങളായ റബ്ബിൻ്റെ മലക്കുകൾ, മലഉൽ അലാ അഥവാ അത്യുന്നത സഭയാകുന്ന ആ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ മലക്കുകൾ. തുടർന്നുകൊണ്ട് എണ്ണിപ്പറഞ്ഞ വിഭാഗമാരാണ് വല്ലദീന ഊത്തുൽ ഇൽമ വഉലുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവരാണ്. അറിവ് നൽകപ്പെട്ടവരാണ് തൗഹീദിൻ്റെ സാക്ഷികളായിട്ട് നിലകൊള്ളേണ്ടത്. അവരാണ് തൗഹീദിൻ്റെ സാക്ഷികൾ. അവരാണ് ലോകത്ത് തൗഹീദിൻ്റെ പ്രചാരകന്മാർ. അവരാണ് തൗഹീദിൻ്റെ ലോകത്തുള്ള ഇസ്ലാമികമായ ആദർശത്തെ തനിമയോടുകൂടി നിലനിർത്തുവാൻ വേണ്ടി മഹാരഥന്മാരായ അമ്പിയാക്കളിൽ നിന്ന് അനന്തരം കൈപ്പറ്റിയിട്ടുള്ള മഹാന്മാരെ ഉലമാ ആണെന്ന് പറയുമ്പോൾ, ഓ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം മനസ്സിലാക്കണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകം കണ്ട വലിയ ആലിമ്, ലോകം കണ്ട വലിയ പ്രവാചകൻ, ആ പ്രവാചകനോട് പരിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് പോലും
ഒരു വസ്തുതക്ക് വേണ്ടിയും അധികരിച്ച് ചോദിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ല. ഇൽമിൻ്റെ വർധനവിന് വേണ്ടി ചോദിക്കാനേ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നബി തങ്ങളോട് കൽപ്പന കൊടുത്തിട്ടുള്ളൂ. വഖുർ റബ്ബി സിദ്നി ഇൽമാ, ഓ നബിയെ പറയൂ, റബ്ബി എൻ്റെ രക്ഷിതാവേ, സിദ്നി ഇൽമാ, നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. വർധനവിന് വേണ്ടി ചോദിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു കൽപ്പിച്ച ഏക പ്രാർത്ഥന എന്തിനെക്കുറിച്ചാണ്? റബ്ബി സിദ്നി ഇൽമാ, ഇൽമു വർദ്ധിപ്പിച്ചു തരണേ നാഥാ. ലോകം കണ്ട മുഴുവൻ ആലിമീങ്ങളുടെയും ആലിമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരുടെയും ലോകത്തുള്ള അമ്പിയാക്കളുടെ മുഴുവനും ലോകത്ത് ജനിച്ചുപോയ മുഴുവൻ ഉലമാക്കളുടെയും ഇനി വരാനിരിക്കുന്ന മുഴുവൻ ഉലമാഇൻ്റെയും അവരുടെയൊക്കെ നേതാക്കളായി കഴിഞ്ഞുപോയ അമ്പിയാഇൻ്റെയും സർവരുടെയും സാക്ഷിയായിക്കൊണ്ട് ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹഉലാഇ ശഹീദാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ആ വചനം ഓതിക്കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിരോമങ്ങൾക്കിടയിലൂടെ നെഞ്ചകത്തേക്ക് കണ്ണുനീര് ചാലിട്ടൊഴുകിയത് എന്തുകൊണ്ടാണ്? വലിയ ബാധ്യതയാണല്ലോ റഹ്മാനെ, പരലോക കോടതിയിൽ എനിക്ക് നിർവഹിക്കുവാനുള്ളത് എന്നോർത്ത് കരഞ്ഞ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് കൈമാറിയ വെളിച്ചം, സഹാബത്ത് ഏറ്റെടുത്ത വെളിച്ചം, താബിഈങ്ങൾ ഏറ്റെടുത്ത വെളിച്ചം, ആ വെളിച്ചത്തിൻ്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള അഗാധമായ അറിവുകളുടെ ഒരയലത്തേക്ക് ഒരു തുള്ളി പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത സാധുക്കളാണ് നമ്മളെന്ന ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ഇൽമിൻ്റെ വർധനയ്ക്ക് വേണ്ടിയാണ്. അവിടുന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടതും അത് തന്നെയല്ലേ? പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ നമ്മൾ ചൊല്ലുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. ഉപകാരമുള്ള ഇൽമു മാത്രം നീ എനിക്ക് തരണം റഹ്മാനേ എന്ന് തേടുന്നുണ്ടല്ലോ നമ്മളൊക്കെ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇൽമു നേടിക്കൊണ്ടല്ല. അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ടാകരുത്. ഇൽമു നേടാനുള്ള വഴികൾ എവിടെയൊക്കെയാണുള്ളതെന്ന് നിങ്ങളുടെ വന്യഗുരുനാഥന്മാർ നിങ്ങൾക്ക് ചില ഗൈഡൻസുകളാണ് നൽകിയത്, ചില ചൂണ്ടുപലകകളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്, നിങ്ങൾക്ക് വഴി കാണിച്ച് തന്നിട്ടുണ്ട്. ഇന്ന ഇന്ന ഗ്രന്ഥങ്ങളിൽ ഇൽമുകളുണ്ട്, ഇന്ന തഫ്സീറുകളിൽ അത് കാണാൻ സാധിക്കും, ഇന്ന ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്കത് പഠിക്കാൻ സാധിക്കും, ഇന്ന ഹദീസിൻ്റെ ശറഹിൽ നോക്കിയാൽ നിങ്ങൾക്കത് വിശദമായി കാണാൻ സാധിക്കുമെന്നിങ്ങനെ ധാരാളം പണ്ഡിതന്മാരുടെ ഒരുപാട് പരിശ്രമങ്ങളിലൂടെ, അധ്വാനങ്ങളിലൂടെ, ദർസുകളിലൂടെ ഒരുപാട് വഴികളിലേക്കുള്ള വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് മേഖലകളിലേക്ക് കടന്നു കയറുവാനുള്ള ചൂണ്ടുപലകകൾ അവർ വെച്ച് തന്നിട്ടുണ്ട്. അതിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഇനിയാണ് പഠനം നടക്കേണ്ടത്. ഇതുവരെ നമുക്ക് പഠനം പൂർണ്ണമായിട്ടില്ല. ഇനിയാണ് പഠനം നടക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. ഇനി അങ്ങോട്ടാണ് ഗ്രന്ഥങ്ങളോട് ഏറ്റവും കൂടുതൽ കിതാബുകളുമായി ബന്ധം വേണ്ടത്. ലോകത്ത് പ്രചാരത്തിലുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ വളരെ ആത്മാർത്ഥമായി തഹ്ഖീഖോടുകൂടി സൂക്ഷ്മതയോടെ അത് പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഉലമാഇനോടുള്ള സുഹബത്ത്, അതേ ഇൽമെന്ന് പറയുന്ന ഏറ്റവും വലിയ ആ നിഅമത്തുണ്ടല്ലോ, നല്ല അധ്വാനമുള്ളവർക്കേ ലഭിക്കുകയുള്ളൂ. മടിയന്മാർക്ക് പറഞ്ഞതല്ല വിജ്ഞാനമെന്ന് മനസ്സിലാക്കണം. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വരി കവിത നമുക്ക് കാണാമല്ലോ. അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ സഉംബിക അൻ തഫ്സീലിഹാ ബിബയാനി ദകാഉൻ വഹിർസുൻ വസ്തിബാറു
وبلغة وإرشاد أستاذ وطول زمان. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, വിജ്ഞാനമെന്ന് പറയുന്ന നിഅമത്ത് നിനക്ക് നേടിയെടുക്കാനാവില്ല കേട്ടോ. ഇല്ലാ ബിസിത്തത്തിന് 6 കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലല്ലാതെ, 6 കാര്യങ്ങളുടെ സംബന്ധിച്ച് അത് നിൻ്റെ മനസ്സിൽ കുറിച്ചു വെച്ചോ എന്ന മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ എന്താണ് അദ്ദേഹം വിശദീകരിക്കുകയാണ്. സഉംബീക അൻ തഫ്സീലിഹാ ബിബയാനി, ഞാനതൊന്ന് നിനക്ക് വിവരിച്ചു തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നത്, നല്ല ബുദ്ധിശക്തി വേണം. അതേ, നല്ല ഓർമ്മശക്തി, നല്ല ബുദ്ധിയുള്ളവർക്കാണ് വിജ്ഞാനം നേടുവാൻ സാധിക്കുന്നത്. ബുദ്ധി നൽകപ്പെട്ട ഒരുപാട് ആളുകൾ അവരുടെ ബുദ്ധിയെ കുബുദ്ധിയിലേക്ക് നീക്കുമ്പോൾ, കുതന്ത്രങ്ങളിലേക്ക് ചെലവഴിക്കുമ്പോൾ, ദുർവ്യാഖ്യാനങ്ങളിലേക്ക് ചെലവഴിക്കുമ്പോൾ, നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകളെ കൂട്ടാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ, അതുപോലെ തന്നെ ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും അതേ മാറാപ്പുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ, യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബ് നൽകിയിട്ടുള്ള സക്കാ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൃത്യമായ അറിവുകളാണ് നമ്മൾ നേടേണ്ടത്. അറിയേണ്ട ഇൽമിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു തആല അറിയിച്ചത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നീ അറിയണം നബിയേ, പഠിക്കണേ, മനസ്സിലാക്കണേ. അന്നഹു, തീർച്ചയായും കാര്യം, ഏറ്റവും നേടേണ്ട അറിവെന്താണ്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നേടാനാണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത്. നല്ല സക്കാ വേണം, നല്ല ബുദ്ധിശക്തിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് അല്ലാഹുവിനോട് തെളിഞ്ഞ ബുദ്ധിക്ക് വേണ്ടി തേടിക്കൊണ്ടിരിക്കണം. സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുന്ന ശീലം നമുക്ക് വേണം. അതേ, പതിരാവുകളുടെ സമയവും കഴിഞ്ഞ് പ്രഭാതമാകുന്നത് വരെ കിടന്നുറങ്ങലല്ല. സുബഹിക്ക് മുമ്പ് അല്പനേരമെങ്കിലും എഴുന്നേറ്റിട്ട് റഹ്മാനായ റബ്ബിനോട് ചോദിക്കണം, റഹ്മാനായ റബ്ബേ, ഫാത്തിറസ് സമാവാതി വൽ അർള് അലിമൽ ഗൈബി വശ്ശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തുലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. റഹ്മാനായ റബ്ബിനോട് തേടണം തെളിഞ്ഞ ബുദ്ധിക്ക് വേണ്ടി. അതേ, ഒരിക്കലും കാപട്യമില്ലാത്ത മനസ്സിന് വേണ്ടി, ഇഖ്ലാസിന് വേണ്ടിയൊക്കെ നമ്മൾ നന്നായി തേടുകയേ നിവൃത്തിയുള്ളൂ. ഉത്തരം തരേണ്ട സമയത്ത് ഉത്തരം തരും റഹ്മാനായ റബ്ബ്. അതുകൊണ്ട് സക്കാ വേണം, മറ്റൊന്ന് ഹിർസ് വേണം, ഇൽമിനോട് വലിയ ആർത്തി വേണം, ഇൽമ് പഠിക്കണം എന്ന കൊതി നന്നായി വേണം. മഹാരഥന്മാരായ മുൻഗാമികൾ എത്ര കൊല്ലമാണ് ദീനിന് വേണ്ടി ചെലവഴിച്ചത്, എത്ര കിലോമീറ്ററുകളാണ് അവർ താണ്ടിപ്പോയത്. ഒരു ഹദീസ് ഉണ്ടെന്ന് കേട്ടാൽ 1 മാസത്തെ വഴിദൂരം അങ്ങോട്ടും 1 മാസത്തെ വഴിദൂരം ഇങ്ങോട്ടും, അങ്ങനെ 2 മാസമൊക്കെ സഞ്ചരിച്ചിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള ഒരു ഹദീസ് ഏതെങ്കിലും ഒരു സഹാബിയുടെ പക്ഷത്തുണ്ടെന്ന് മനസ്സിലാക്കിയാൽ, അധുനാധുന സംവിധാനങ്ങളോ വാഹനങ്ങളോ ഇല്ലാത്ത അക്കാലഘട്ടത്തിൽ അവർ വളരെയേറെ ത്യാഗം സഹിച്ചുകൊണ്ട് ആ ഇൽമിനോടുള്ള ആർത്തി കൊണ്ട് അവർ പോയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വസ്തിബാർ, നല്ല സഹനം വേണം. നല്ല സഹനമാണ് നമുക്ക് വേണ്ടത്. ക്ഷമയുള്ളവർക്കേ വിജ്ഞാനം നേടുവാൻ സാധിക്കുകയുള്ളൂ. ക്ഷമയാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ പെട്ടെന്നൊന്നും മനസ്സിലാകുന്നില്ല, എനിക്കിത് ഇനി തലയിൽ കയറുകയില്ല, ഇനി ഞാനൊന്നും ചിന്തിക്കാനില്ല, ഇത്രയും കാലം തന്നെ കഴിച്ചു കൂട്ടിയത് എങ്ങനെയെന്ന് എനിക്കറിയില്ല എന്ന ഒരു ചിന്ത ഒരിക്കലും വരാതെ മരണം വരെ ഇൽമു നേടാനുള്ള ആ സബറാണ് നമുക്ക് വേണ്ടത്. അത് ആർജിച്ചെടുക്കുവാനുള്ള ബുൽഗത്ത്, അതിനുള്ള ജീവിതത്തിനുള്ള വകയും നമ്മുടെ കൈകളിൽ വേണം. കിതാബ് വാങ്ങണം, പഠിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ വേണം.
അതൊക്കെ നമ്മുടെ കൈകളിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ഇർഷാദു ഉസ്താദ്, മറ്റു ചില റിവായത്തുകളിൽ വസുഹബത്തു ഉസ്താദ്, ഒരു ഗുരുനാഥൻ്റെ സുഹബത്ത് വേണം, ഒരു ഗുരുനാഥൻ്റെ കൂടെ ചേരണം, ഒരു ഗുരുനാഥൻ വഴികാട്ടിയായിട്ടുണ്ടാകണം, ഉസ്താദുമാരുടെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം. ഇന്ന് പലപ്പോഴും എനിക്കൊരു ഉസ്താദിൻ്റെയും ആവശ്യമില്ല, എനിക്കൊരു ഗുരുനാഥൻ്റെയും മുമ്പിൽ പോയിരുന്ന് പഠിക്കേണ്ടതില്ല. കാരണം എനിക്ക് അത്യാവശ്യം ഭാഷയൊക്കെ വശമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻ്റർനെറ്റിലെ സോഷ്യൽ മീഡിയകളിലൂടെയും അതുപോലെ തന്നെ പിഴച്ച ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫത്വകളുടെയും സൈറ്റുകളുടെയും പിന്നാലെ പോയിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയതാണ് ഇൽമ്, ഞങ്ങൾ പഠിച്ചതാണ് ഇൽമെന്ന് മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ മഹാരഥന്മാരായ മുൻഗാമികൾ ഈ ലോകത്ത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയതെങ്കിൽ, ഹദീസുകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയതെങ്കിൽ, സ്വഹാബത്ത് എങ്ങനെയാണ് മനസ്സിലാക്കിയതെങ്കിൽ, അതിൽ നിന്നെല്ലാം വഴുതിമാറിക്കൊണ്ട് പുതിയ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള അപകടം ശരിയായ ഉസ്താദുമാരിൽ നിന്നവർ പഠിക്കേണ്ടത് പഠിക്കാതെ പോകുന്നു. അതുപോലെ തന്നെ വതൂലു സമാനി, കാലം കുറേ വേണമെന്നാ പറയുന്നത്. ഒരുപാട് കാലം ഇനിയും പഠിക്കണം. 5-6 കൊല്ലത്തെ ഇവിടുത്തെ അധ്വാനത്തിന് ശേഷമാണ് നമ്മൾ ദഅവത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഇനിയാണ് നന്നായി പഠിക്കേണ്ടത്. കാരണം എങ്ങോട്ടാ ക്ഷണിക്കാനുള്ളത്, എന്താ നമുക്ക് ഉദ്ധരിക്കാനുള്ളത്, ഏത് വാചകങ്ങളാ നമുക്ക് തെളിവായി പറയാനുള്ളത്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. ഓ നബിയെ പറയൂ, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം, ഈ മാർഗത്തിലേക്ക് അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല, ഏതെങ്കിലും പ്രഭാഷകന്മാരുടെ കാസറ്റ് കേട്ടിട്ടല്ല ഞാൻ പ്രഭാഷണം നടത്തുന്നത്, ആരെങ്കിലും ലേഖനം എഴുതിയതിനെ അന്ധമായി അനുകരിച്ചുകൊണ്ടല്ല ഞാൻ ദഅവത്ത് നടത്തുന്നത്. എവിടെയെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് ആരെങ്കിലും ഒരു ഫത്വ എനിക്ക് അയച്ചു തന്നിട്ട് അത് നോക്കി വായിച്ചിട്ടുമല്ല ഞാൻ ദഅവത്ത് നടത്തുന്നത്. അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് അലാ ബസീറത്തിൻ, വളരെ ഉൾക്കാഴ്ചയോടുകൂടെയാണ്. അഥവാ പരിശുദ്ധ ഖുർആനിലൂടെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവചനങ്ങളിലൂടെ, അത് മഹാരഥന്മാരായ സ്വഹാബത്ത് ഫഹ്മുസ് സലഫുസ് സാലിഹ്, ആ സലഫുസ് സാലിഹികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സമുദായത്തെ നന്മയിലേക്ക് ക്ഷണിക്കുകയാണ്. അതേ ഞാനും വമനിത്തബഅനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിൻപറ്റിയ അതേ എല്ലാ ആളുകൾക്കും ആ ഉത്തരവാദിത്തമാണുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിജ്ഞാനം ഇനിയാണ് നേടേണ്ടത്, ഇനിയാണ് ഇൽമ നേടേണ്ടത്, ഇനിയാണ് കൂടുതൽ അധ്വാനിക്കേണ്ടത്. എനിക്കറിയാം ഈ സ്ഥാപനം ഇതിലേക്ക് മാറ്റപ്പെട്ട ആ പ്രഥമ വർഷത്തിൽ ഒരിക്കൽ നട്ടുച്ച സമയത്ത് ഇവിടെ വന്നു നോക്കുമ്പോൾ ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ പലരുടെയും മുഖങ്ങൾ അന്നിപ്പോഴും ഞാൻ ഓർക്കുന്നു. ഒരു പറമ്പിൽ ഒരു തൊടിയിൽ വരമ്പത്തിരുന്നു കൊണ്ട് ഇരിക്കുവാനൊരു സംവിധാനമില്ല, ഭക്ഷണം കഴിക്കുവാനൊരു ചെയറില്ലോ ഡൈനിങ് ടേബിളില്ല. ഒരു വരമ്പത്ത് ഒരു തൊടിയിൽ അതാ വൃക്ഷങ്ങളുടെ തണലിൽ ഇരുന്നു കൊണ്ട് പകുതി വെയിലും കൊണ്ടിട്ട് കയ്യിൽ പാത്രം പിടിച്ചിട്ട് ചോറ് തിന്നുണ്ട് എൻ്റെ പൊന്നുമക്കള്. ഇപ്പോഴും അതെൻ്റെ കണ്ണിൽ കാണുന്നുണ്ട്. ആ ത്യാഗമൊക്കെ കഴിഞ്ഞു. ഇനി അതിനേക്കാൾ വലിയ ത്യാഗമാണ് നമുക്ക് സഹിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീൻ, ആ ദീൻ ഇവിടെ ഏത് കാലഘട്ടത്തിലും അത് നിലനിൽക്കേണ്ടത് പണ്ഡിതന്മാരിലൂടെയാണ്. പക്ഷേ നമ്മൾ പണ്ഡിതന്മാരല്ലല്ലോ. നമ്മൾ ആ പണ്ഡിതന്മാരുടെ ഇൽമിനെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ഖാദിമീങ്ങളാണ്. നമ്മൾ തുല്ലാബുൽ ഇൽമാണ്, നമ്മൾ താലിബുൽ ഇൽമാണ്, നമ്മൾ വിദ്യാർത്ഥികളാണ്. അതേ, പഠനത്തിന് പ്രായമില്ല. ഞാൻ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഇവിടെയുള്ള എൻ്റെ ജനങ്ങളോടും എൻ്റെ സാധാരണക്കാരോടും പറയട്ടെ, QHLS-ൻ്റെ അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ പഠനവേദികളിലേക്ക് ക്ഷണിക്കുമ്പോൾ പലരും പറയാറുണ്ട്, എനിക്ക് പ്രായമേറെയായില്ലേ, കൊച്ചുമക്കളുടെ കൂടെ, പേരമക്കളുടെ കൂടെ, മക്കളുടെ കൂടെ ഒക്കെ, മരുമക്കളുടെ
അവരുടെ കൂടെയൊക്കെ ഞാനിരുന്ന് പഠിക്കുകയോ എനിക്കതിന് തലയിൽ കയറില്ല. അങ്ങനെ ഒരു ചിന്ത വേണ്ട. ഇൽമെന്ന് പറയുന്നതിന് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇല്ല, അത് മരണം തന്നെയാണ് പ്രിയമുള്ളവരെ. ഇൽമ് എന്ന് പറയുന്നത് നേടിയെടുക്കുന്നതിന് നമുക്ക് പ്രായമുണ്ടെന്നാരും തെറ്റിദ്ധരിക്കരുത്. ലോകം കണ്ട നേതാവ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, ഇമാമുസുന്ന എന്നറിയപ്പെടുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമത്തുല്ലാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ പൊന്നുമോൻ സ്വാലിഹ് റഹിമത്തുല്ലാഹി അലൈഹി പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ ഇങ്ങനെ മഷിക്കുപ്പിയും എടുത്തു വെച്ച് ഏതാനും കടലാസുകളിൽ ഇങ്ങനെ ഓരോന്ന് പകർത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരാളെൻ്റെ ഉപ്പാൻ്റെ സദസ്സിലേക്ക് കടന്നു വരുന്നു. ഉപ്പാൻ്റെ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? ഓ പ്രിയപ്പെട്ടവരെ, യാ അബാ അബ്ദില്ലാഹ് അൻത ഖദ് ബലഗ്ത ഹാദൽ മബ്ലഗ വ അൻത ഇമാമുൽ മുസ്ലിമീൻ. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് മകനാണ് പറയുന്നത്, റഅ റജുലുൻ മഅ അബി മഹ്ബറ ഫഖാല ലഹു യാ അബാ അബ്ദില്ലാഹ് അൻത ഖദ് ബലഗ്ത ഹാദൽ മബ്ലഗ وأنت إمام المسلمين فقال مع المحبرة إلى المقبرة. വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ട പദപ്രയോഗമാണത്. എന്താണ് മകൻ പറയുന്നത്? ബാപ്പ ഇങ്ങനെ പ്രായാധിക്യം കൊണ്ട് അതേ നരബാധിച്ച് വലിയ പ്രായമായ ലോകം കണ്ട ഏറ്റവും വലിയ അക്കാലഘട്ടത്തിലെ നേതാവ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, ലോകമെന്നും ഇമാമുസുന്ന എന്ന് പേര് വിളിക്കുന്ന മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അവസാന കാലഘട്ടത്തിലും ഇങ്ങനെ കിതാബ് നോക്കുകയാണ്, എഴുതുകയാണ്, കുറിച്ചു വെക്കുകയാണ്, അതിനുള്ള സംവിധാനങ്ങളും കൊണ്ട് നടക്കുകയാണ്. ആ അവസരത്തിൽ ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവരെ, അൻത ഖദ് ബലഗ്ത ഹാദൽ മബ്ലഗ വ അൻത ഇമാമുൽ മുസ്ലിമീൻ, ലോകത്ത് മുസ്ലിമീങ്ങളുടെ ഇമാമായിട്ട് നിങ്ങൾ ഇപ്പോഴും പഠിക്കുകയാണോ? ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണോ? ഇപ്പോഴും ഇങ്ങനെ കിതാബ് നോക്കുകയാണോ എന്ന് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടിയാണ് ഞാൻ എന്നോടും എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുകയാണ്, മഅൽ മഹ്ബറ ഇലൽ മഖ്ബറ, ഈ മഹ്ബറത്തുമായി മഖ്ബറയോളം ഞാൻ പോകും. അഥവാ ഇനി എൻ്റെ ഖബറിലെത്തുവോളം എനിക്കിതിൻ്റെ കൂടെയുണ്ടാകും. അപ്പോൾ പഠനത്തിന് പ്രായഭേദമില്ല. മരണം വരെ നമുക്ക് വായിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. എന്ന് നമ്മുടെ പഠനം നിർത്തുന്നുവോ, നമുക്ക് തോന്നിയോ ഏതെങ്കിലും ഒരു സമയത്ത് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിൽ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് അവർ പറയുന്നത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ, എന്ത് തോന്നൽ വന്നു കഴിഞ്ഞാൽ, ലാ യസാലുൽ മർഉ അലിമാ മാദാമ ഫീ ത്വലബിൽ ഇൽമി ഫഇദാ ളന്ന അന്നഹു ഖദ് അലിമ ഫഖദ് ജഹിൽ. ഏതൊരു മനുഷ്യനും അവൻ അറിവ് തേടിക്കൊണ്ടേയിരിക്കുന്ന വേളയിലാണ് അവൻ അലിമായി മാറുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാൾക്ക് തോന്നുകയാണ്, അന്നഹു ഖദ് അലിമ, ഇപ്പോൾ എനിക്കെല്ലാം തികഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ആലിമായിട്ടുണ്ട്, ഞാനിപ്പോൾ തരക്കെടില്ല, ഞാനൊരു പണ്ഡിതനായി മാറിയിട്ടുണ്ട് എന്ന് ഏത് നിമിഷത്തിൽ ഒരാൾക്ക് തോന്നിയോ ആ നിമിഷം കൊണ്ട് അയാൾ ജാഹിലായി മാറുകയാണ്, ജാഹിലായി മാറുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഖുർആൻ മനഃപ്പാഠമാക്കിയാലും ഹദീസുകൾ മനഃപ്പാഠമാക്കിയാലും മുത്തൂനുകൾ മനഃപ്പാഠമാക്കിയാലും എല്ലാം നമുക്ക് ആവശ്യം തന്നെയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു കാര്യം കൂടെ പറയട്ടെ, ലൈസൽ ഇൽമു മാ ഹുഫിള അൽ ഇൽമു മാ നഫഅ, ലൈസൽ ഇൽമു മാ ഹുഫിള, ഇൽമെന്ന് പറയുന്നത് മനഃപ്പാഠമാക്കലല്ല, ഇൽമെന്ന് പറയുന്നത് ഹിഫ്ളാക്കൽ മാത്രമല്ല, മറിച്ച് അൽ ഇൽമു മാ നഫഅ, പഠിച്ചത് പ്രയോജനപ്രദമാകണം, ഹിഫ്ളാക്കിയത് കൊണ്ട് പ്രയോജനം വേണം. ഖുർആൻ മനഃപ്പാഠം
മനഃപ്പാഠമാക്കിയ ആളുകളെന്ന് ലോകത്ത് എത്രയാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിൻ്റെ തൗഹീദ് അവർക്കറിയാമോ? ആ തൗഹീദിനെതിരെയല്ലേ അവർ പാടുപെടുന്നത്, ആ തൗഹീദിനെ തകർക്കാനല്ലേ അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണോ ഹിഫ്ളാക്കിയത് ആ ഹിഫ്ള് അനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഇൽമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നാഫിയായ ഇൽമില്ലെങ്കിൽ പിന്നെ ജാഹിലിനേക്കാൾ അതപ്പതിച്ചവരാണ് നമ്മളെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ ഇൽമു കൊണ്ട് അമല് ചെയ്യുവാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുണ്ട്, അതഅ്മുറൂന الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب. റഹ്മാനായ റബ്ബിൻ്റെ ശാപം കൊണ്ട് മടങ്ങിയ യഹൂദി റബ്ബിമാര്, യഹൂദി പുരോഹിതന്മാര്, അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകുവാൻ പല കാരണങ്ങളുണ്ടായതിൽ ഒരു കാരണം ഇതായിരുന്നു. ജനങ്ങളോടവർ ഇൽമു പറഞ്ഞു കൊടുക്കുന്നു, പക്ഷേ അവരുടെ ജീവിതവും അതുമായിട്ടൊരു ബന്ധവുമില്ല. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വന്തം കാര്യത്തിൽ അത് മറന്നു പോവുകയും ചെയ്യുന്നുവോ എന്ന് റഹ്മാനായ റബ്ബ് അവരോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇൽമുകൾ നേടി ഉപകരിച്ചില്ല. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അതേ വിശുദ്ധ ഖുർആൻ അതും അവരെ സംബന്ധിച്ചല്ലേ പറഞ്ഞത്. ഗ്രന്ഥം പേറുന്ന കഴുതകളെന്ന് അവരെ ഉപമിച്ചില്ലേ വിശുദ്ധ ഖുർആനിൽ. എന്തേ യഹൂദികൾക്ക് അങ്ങനെ സംഭവിച്ചത്? അവർ പഠിച്ചതുമായി ഒരു ബന്ധവുമില്ല, അവർ മനഃപ്പാഠമാക്കിയതുമായിട്ടൊരു ബന്ധവുമില്ലാതെ പോയി. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മഹാരഥന്മാരായ അമ്പിയാക്കൾ ലോകത്തിന് കൈമാറിയ ഈ തൗഹീദിൻ്റെ വെളിച്ചത്തെ അണയാതെ സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. ഹദീസുകൾ ശരിക്ക് സമൂഹത്തെ പഠിപ്പിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അതുപോലെ തന്നെ അത് മനസ്സിലാക്കിയ മഹാരഥന്മാരായ സ്വഹാബത്തിൻ്റെ പാതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ കടപ്പെട്ടവരാണ്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അതേ അവസരത്തിൽ നിങ്ങൾക്ക് എതിരെ വരാൻ പോകുന്ന ആയിരക്കണക്കിന് പല സനത് വാങ്ങിയിട്ടുള്ള ആളുകളും ഉണ്ടാകും. അവരുടെ എണ്ണം ഒരുപക്ഷേ നിങ്ങൾ ഇന്നിവിടെ നിന്ന് ഇറങ്ങിയത് വളരെ കുറഞ്ഞ ആളുകളാണെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് ധൈര്യമുണ്ട്, നമുക്ക് ധീരമായിട്ടവരുമായിട്ട് ഏറ്റുമുട്ടാൻ സാധിക്കും. കാരണം നമ്മുടെ കയ്യിൽ ഒരിക്കലും തളർച്ച വരാത്ത പ്രമാണമാകുന്ന ആയുധമുണ്ട്. തൗഹീദിൻ്റെ വജ്രായുധമുണ്ട്, സുന്നത്തിൻ്റെ വജ്രായുധമുണ്ട്. മഹാരഥന്മാരായ സ്വഹാബത്ത് കാണിച്ചു തന്ന മാർഗമുണ്ട്. അതിലൂടെയാണ് നമ്മൾ സമൂഹത്തെ നയിക്കുന്നത്. അതുകൊണ്ട് ആയിരങ്ങളപ്പുറത്ത് സനത് വാങ്ങി ഗോദയിൽ ഇറങ്ങിയാലും വിരലിലെണ്ണാവുന്ന നമ്മൾ മതി, നമ്മൾ മതി, നമ്മൾ മതി. ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കാൻ സന്നദ്ധരാണോ? അതേ ഇൽമെന്ന് പറയുന്ന ആ വിജ്ഞാനത്തെ, ആ നിഅമത്തിനെ കൂടുതൽ കൂടുതൽ ഇനിയും നേടിയിട്ട് ഉറക്കമൊഴിച്ചുകൊണ്ട്, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാകാതെ കിതാബുകൾ പരതിക്കൊണ്ട്, കിതാബിൻ്റെ മുമ്പിൽ ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നുകൊണ്ട്, നേരം പുലരുന്നത് പോലും അറിയാതെ കണ്ട് കുത്തിയിരുന്ന് അധ്വാനിക്കേണ്ടി വരും. അവർക്ക് പറഞ്ഞതാണ് ഇൽമെന്ന് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെയാണ് അധ്വാനിക്കേണ്ടത്, അങ്ങനെയാണ് ഇനി മുതൽക്ക് നമ്മൾ ശ്രമം നടത്തേണ്ടത്. ഏത് സമയത്തും നമ്മുടെ കരങ്ങളിൽ അനിവാര്യമായ, അതേ പണ്ട് കാലത്തെ പോലെയല്ല, ഇന്ന് നമുക്ക് ഈ സംവിധാനങ്ങൾ, മൊബൈലിൻ്റെ സംവിധാനങ്ങളുണ്ട്. വലിയ വലിയ ഗ്രന്ഥങ്ങൾ നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് കൊണ്ട് നടക്കാനും, നമ്മുടെ യാത്രാവേളകളിലെ മുഷിപ്പ് മാറ്റുന്ന നിലക്ക് ഇന്ന് പലരും പല ഗെയിമുകൾ കളിക്കുന്നൊരു കാലഘട്ടത്തിലാണ്. അതേ സിനിമ കാണാൻ പറ്റൂല, സീരിയൽ കാണാൻ പറ്റൂല, അശ്ലീലം കാണാൻ പറ്റൂല. എന്നാൽ പിന്നെ ടൈം പാസിന് വേണ്ടി ചില ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചില വിദ്യാർത്ഥികളെങ്കിലും ഗെയിമും മേൽ കൂടി സമയം കളയാറില്ലേ? ഓ പ്രിയപ്പെട്ടവരെ, നമുക്കത് കളയാനുള്ള സമയമല്ല. നമുക്ക് ഏറ്റവും വിലപ്പെട്ട നമ്മുടെ സമയം
അത് കേവലം ചില വിനോദങ്ങളിൽ കളയാനുള്ളതല്ല, അത് കേവലം ചില വിനോദങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുവാനുള്ളതല്ല. നന്നായി അധ്വാനിച്ചേക്കണം, നന്നായി മനഃപ്പാടമാക്കിയേക്കണം, അറിവനുസരിച്ചു കൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങണം. അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ അറിവ് കൊണ്ടെന്ത് പ്രയോജനമാണുള്ളത്? അദ്കാറു സബാഹ് വേണമെന്ന് എല്ലാ ഉപ്പമാർക്കും അറിയാം, വിദ്യാർത്ഥികൾക്കും അറിയാം. അദ്കാറുൽ മസാ ചൊല്ലണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്ക്, ഇന്നത്തെ അദ്കാറു സബാഹ് മുടങ്ങാതെ ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ? ഇന്നത്തെ അദ്കാറുൽ മസാ മുടങ്ങാതെ ഞാൻ നിർവഹിച്ചിട്ടുണ്ടോ? രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ ആമൻതു ബി കിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്നും പറഞ്ഞിട്ടാണ് നീ അവസാനം നിന്റെ ഒരു ദിവസത്തെ സംസാരം അവസാനിപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച മുത്തു മുസ്തഫായുടെ ഹദീസുകളെ നമ്മൾ പഠിച്ചതുകൊണ്ട് കാര്യമായോ? അതിൻ്റെ ബറക്കത്ത് വേണോ? പഠിച്ചതിൻ്റെ ബറക്കത്ത് വേണോ? ജീവിതത്തിൽ കൊണ്ടുവന്നോളണം. ഇല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല, അതങ്ങ് മറന്നുപോകും. എത്ര ആയത്ത് പഠിച്ചിട്ടും കാര്യമില്ല, എത്ര ഹദീസുകളും മനഃപ്പാടമാക്കിയിട്ട് കാര്യമില്ല, എത്ര ദുആകളും മനഃപ്പാടമാക്കിയിട്ട് കാര്യമില്ല. ജീവിതത്തിൽ അത് പ്രയോഗരംഗത്ത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അതങ്ങ് കുതറിപ്പോകും. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കെട്ടിയിട്ട ഒട്ടകത്തെ പോലെയാണ് ഖുർആൻ മനുഷ്യൻ്റെ ഹൃദയത്തിൽ. ഒട്ടകത്തെ കെട്ടിയിട്ട ഒട്ടകത്തിൻ്റെ ഉടമ ഇടയ്ക്കിടെ ആ കയറൊന്ന് ഭദ്രമാക്കിക്കൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ, അശ്രദ്ധമായി ഒട്ടകത്തെ കെട്ടിയ സ്ഥലത്തെ വിട്ടുകഴിഞ്ഞാൽ കുതറി 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 ചാടിയിട്ട് അവസാനം കെട്ടുപൊട്ടിച്ച് കുതിര അങ്ങ് ദൂരേക്ക് പോയി പോകും. ഇതേ അവസ്ഥ ഖുർആൻ പഠിച്ചവർക്ക് വരും, ഇതേ അവസ്ഥ ഹദീസ് പഠിച്ചവർക്ക് വരും, ഇതേ അവസ്ഥ മത്നുകൾ പഠിച്ചവർക്ക് വരും. ആ കെട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭദ്രമാക്കിക്കൊണ്ടിരിക്കണം. അതാണ് മുറാജഅ, അതാണ് നമ്മുടെ അമല്. നമ്മൾ പരിശോധനകൾ ഇടയ്ക്കിടെ നടത്തണം. കൂടുതൽ കൂടുതൽ നമ്മൾ ഉലമായിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. ഇന്നെത്രയോ സംവിധാനങ്ങളില്ലേ നമുക്ക് സംശയങ്ങൾ തീർക്കാൻ? എമ്പാടും സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഭദ്രമായി ഇൽമിനെ നിലനിർത്തിയിട്ടില്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് കൂടൊഴിഞ്ഞു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഉലമാ എത്ര വലിയ മഹാന്മാരാണെങ്കിലും അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. ഏത് ഉലമായിനും അബദ്ധങ്ങൾ സംഭവിക്കും. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലെ ഖബറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞില്ലേ, ലോകത്തുള്ള ഏത് മനുഷ്യന്മാരുടെ വാക്കുകളിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. ഇല്ലാ സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതൊഴികെ ആ വാക്കുകളിൽ മുഴുവൻ കൊള്ളേണ്ടതേയുള്ളൂ, തള്ളേണ്ടതായി ഒരക്ഷരം പോലും ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ അവസരത്തിൽ മറ്റുള്ളവരുടെയൊക്കെ വാക്കുകളിൽ അബദ്ധങ്ങൾ സ്വാഭാവികമാണ്. ആ അബദ്ധങ്ങളെ അവരൊന്നും മനഃപൂർവ്വം പറയുന്നതല്ല. അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ വെളിച്ചത്തിൽ അവർ സംസാരിക്കുന്നു. അവരുടെ വിനയം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരഭിപ്രായം പറയുമ്പോൾ ഇത് അവസാനത്തെ വാക്കാണെന്ന് പറയുന്ന സ്വഭാവമല്ല ഉലമാഇനുണ്ടായിരുന്നത്. ഇതാണ് ഹസ്ബൽ ഇൽമി, എൻ്റെ അറിവനുസരിച്ച് എനിക്കിതാണ് മനസ്സിലായത്, വല്ലാഹു അഅലം എന്ന് പറയുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ. മാത്രമല്ല അവർ കൃത്യമായി ലോകത്തോട് പറഞ്ഞു, ഞങ്ങളൊരഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായമാണ് എക്കാലഘട്ടത്തിലും 100% സത്യമെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സ്വഹീഹായി വന്നാൽ അതാണ് എൻ്റെ മദ്ഹബെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അഥവാ അവരുടെ വല്ല അഭിപ്രായങ്ങളിലും സ്വഹീഹായ ഹദീസുകൾ അന്നവർക്ക് കിട്ടാത്തതിൻ്റെ വെളിച്ചത്തിൽ അവർ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അന്നവർ പറഞ്ഞതല്ലേ, അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും അതിൽ തന്നെ പിടിച്ചു നിൽക്കണം. അവർക്കാണ് മുൻഗണന. ആയത്തോ ഹദീസോ പ്രശ്നമല്ല എന്ന് പറയുന്ന സനത് വാങ്ങി പ്രസംഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്കാണ് നിങ്ങൾക്ക് ഇറങ്ങാനുള്ളത്. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ
ബൈന യദയില്ലാഹി വറസൂലിഹി. ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹനെ മുൻകടന്ന് നിങ്ങൾ സംസാരിക്കല്ലേ, അള്ളാഹിൻ്റെ റസൂലിനെ മുൻകടന്ന് സംസാരിക്കല്ലേ. അഥവാ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിലും ഒരു കാര്യം വ്യക്തമായാൽ പിന്നെ എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ, എൻ്റെ നാട്ടുകാരോട് പറയാനൊക്കില്ലല്ലോ, ലോകം എന്നെ പരിഹസിക്കുമല്ലോ എന്നൊന്നും ഓർത്തുകൊണ്ട് ഇൽമ മറച്ചു വെക്കേണ്ടതില്ല. അത് പറഞ്ഞേക്കണം. റഹ്മാനായ റബ്ബിനാണ് വില കൽപ്പിക്കേണ്ടത്, അവൻ്റെ റസൂലിനാണ് വില കൽപ്പിക്കേണ്ടത്. ഇനിയും നിങ്ങൾ മനസ്സിലാക്കുക, സാന്ദർഭികമായിട്ട് ഒരു കാര്യത്തിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ. അതേ, ഇപ്പം റജബ് 27 വരാൻ പോവുകയാണ്. റജബ് മാസത്തിലാണ് ഇപ്പോഴുള്ളത്. റജബദാ 27 വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാടുകളിലതാ മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു സ്പെഷ്യൽ നോമ്പ് വരാൻ പോകുന്നു. സുന്നത്ത് നോമ്പുകളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ലാത്ത, തിങ്കളെടുക്കാത്തവനും വ്യാഴമെടുക്കാത്തവനും മാസത്തിൽ 3 എടുക്കാത്തവൻ പോലും മിഅ്റാജ് നോമ്പിന് വലിയ താല്പര്യമാണ്. എന്തേ മനസ്സിലായോ? അങ്ങനെ ഒരു നോമ്പ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിടത്തും പഠിപ്പിച്ചു തന്നിട്ടില്ല. ലോകത്തൊരൊറ്റ കിതാബിലും മുൻഗാമികളാരും മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ അതേ റജബ് 27 പോരിശയുണ്ടെന്ന് ചിലരൊക്കെ പറഞ്ഞു. അന്ന് പ്രത്യേക നിസ്കാരമുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ തലേ ദിവസത്തിൽ ഒരു 12 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞു. ഉസല്ലി സുന്നത്തുൽ മിഅ്റാജ് റക്അത്തൈൻ ലില്ലാഹി തആല. മിഅ്റാജ് നിസ്കാരം ഞാൻ അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി ഈ 2 റക്അത്തുകൾ നിസ്കരിച്ച് 12 റക്അത്ത് നിസ്കരിച്ചാൽ വലിയ പോരിശകളുണ്ടെന്ന് വലിയ വലിയ ഹോജാക്കന്മാർ കിതാബുകളിൽ എഴുതി വെച്ചു. തൻ്റെ കുടുംബത്തിലെ 700ഓളം ആളുകളെ, നരകാവകാശികളായ ആളുകളെ നരകത്തിൽ നിന്ന് ശുപാർശ ചെയ്യുവാനുള്ള അർഹത പോലും ആ നിസ്കാരക്കാരന്, നോമ്പുകാരന് കിട്ടുമെന്നൊക്കെ ചിലർ എഴുതി വെച്ചു. അതുപോലെ തന്നെ മിഅ്റാജിൻ്റെ അന്നൊരു നോമ്പെടുത്താൽ, അതേ റജബ് 27 പകൽ നോമ്പെടുത്താൽ 60 കൊല്ലത്തെ നോമ്പിൻ്റെ പ്രതിഫലമാണെന്ന് ചിലരൊക്കെ എഴുതി വെച്ചു, പറഞ്ഞു. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കും. നമ്മൾ അറിയണം, ഈ സമൂഹത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സുന്നി വിഭാഗം അവരേറെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന വ്യക്തിത്വമല്ലേ, അവർ കൂടി അംഗീകരിക്കുന്ന നേതാവല്ലേ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ. അദ്ദേഹത്തിനൊരു കൊച്ചു ഗ്രന്ഥമുണ്ട്, ഇർഷാദുൽ ഇബാദ്. ആ ഇർഷാദുൽ ഇബാദ് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു, റജബ് മാസത്തിലെ 27 നിസ്കരിക്കുന്ന പ്രത്യേക നിസ്കാരമെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ചില നിസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അത് തടയപ്പെടേണ്ട നിസ്കാരമാണ്. അത് അധികാരികൾ കണ്ടാൽ അത് തടയണം. അത് നിഷിദ്ധമാണ്, അത് നരകത്തിലേക്കാണ്, വലിയ പാപമാണ് എന്നവരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അത് പറയാത്ത പണ്ഡിതന്മാരാരാ ഉള്ളത്? ഒരുപാട് പണ്ഡിതന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റജബിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ച് ഒരുപാട് വർണ്ണനകൾ വലിയ വലിയ മഹാന്മാരെന്ന് പറയുന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. ഗസാലി ഇമാമിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ അത് സ്ഥലം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ അൽ ഗുന്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അത് സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഹിയുദ്ദീൻ ശൈഖ് വലിയ പോരിശ തൻ്റെ കിതാബിൽ എണ്ണിപ്പറഞ്ഞ ഈ റജബ് 27 നിസ്കാരം, അതുപോലെ തന്നെ റജബിലെ പ്രത്യേക നിസ്കാരം, ഈ ഗായിബ് നമസ്കാരം, അതുപോലെ തന്നെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇതൊക്കെ വളരെ കൃത്യമായി വലിയ പുണ്യമുള്ളതെന്ന് പറഞ്ഞ നിസ്കാരം. ആ നിസ്കാരത്തെ സംബന്ധിച്ചാണ് പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം ഇർഷാദുൽ ഇബാദ് എന്ന കിതാബിൽ പറയുന്നത്. വലിയ വലിയ മഹാന്മാരുടെ കിതാബിലൊക്കെ ഇതൊക്കെ പുണ്യമുണ്ടെന്ന് രേഖപ്പെടുത്തിയത് നീ കണ്ടാലും നീ വഞ്ചിതനായി പോകണ്ട. ഇതൊക്കെ ബാത്തിലായ നിസ്കാരമാണ്, ബാത്തിലായ ഇബാദത്തുകളാണ്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി വിദ്യാർത്ഥികൾക്കറിയാമല്ലോ, മുതഅല്ലിമീങ്ങൾ മുതാല നടത്താറുള്ള ഗ്രന്ഥമാണല്ലോ തബ്യീനുൽ അജബ് ബിമാ വറദ ഫീ ഫദ്ലി റജബ്. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ലോകത്ത് സ്വഹീഹുൽ ബുഖാരിക്ക് വിശ്വവിഖ്യാതമായ ഫത്ഹുൽ ബാരി എന്ന ലോകപ്രസിദ്ധമായ ഹദീസിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥം രചിച്ച ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം അതാ തബ്യീനുൽ അജബ് ബിമാ വറദ ഫീ ഫദ്ലി റജബ്, റജബ് മാസത്തിൻ്റെ പോരിശയെ സംബന്ധിച്ച് വന്നിട്ടുള്ളവയെ കുറിച്ച് അദ്ദേഹം
അത്ഭുതം കൂറുന്ന ഗ്രന്ഥമാണത്. അതിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ലം യരിദ് ഫീ ഫദ്ലി ശഹരി റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസ ഫീഹി ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജത്തി. തെളിവിനു കൊള്ളാവുന്ന ഒരൊറ്റ ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടില്ല. ഏത് വിഷയത്തിൽ എന്നെ മുതഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആലോചിക്കണം, പൊതുജനങ്ങൾ ചിന്തിക്ക്. അതിൻ്റെ മറ്റൊരു വശത്തിലേക്ക് വരാനാണ് ഞാനിത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹിയുടെ വാചകം? റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന, അതിലേതെങ്കിലും ഒരു ദിവസം നോമ്പിന് പ്രത്യേകതയുണ്ടെന്ന് പറയുന്ന, അതിലേതെങ്കിലും ഒരു സ്പെഷ്യൽ ദിവസത്തിന് പ്രത്യേകതയുണ്ടെന്ന് പറയുന്ന, അതിലേതെങ്കിലും ഒരു പ്രത്യേകമായ രാവിലെ നിസ്കാരത്തിന് പ്രത്യേകതയുണ്ടെന്ന് പറയുന്ന, ഒരു പകലിലെ പ്രത്യേകമായ നോമ്പിന് പുണ്യമുണ്ടെന്ന് പറയുന്ന ഒരൊറ്റ ഹദീസും വന്നിട്ടേ ഇല്ല. എങ്ങനത്തെ ഹദീസ്? സ്വഹീഹായ നിലക്കൊരൊറ്റ ഹദീസും വന്നിട്ടില്ല. അഥവാ വിഷയത്തിൽ വന്നത് മുഴുവനും കളവാണ്, ബാത്തിലാണെന്ന് ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാഹ് അതേ ഇർശാദുൽ ഇബാദിൽ അതാ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് അവിടെയും രേഖപ്പെടുത്തി. ഇനിയും നവവി ഇമാമിൻ്റെ കിതാബുകളിൽ വേറെയും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇനി സഹോദരന്മാരെ ചിന്തിക്ക്, ഇത്ര പണ്ഡിതന്മാർ എതിർത്തിട്ടുള്ള ഇതേ നിസ്കാരത്തിൻ്റെ പോരിശ, റജബ് മാസത്തിൽ ചെയ്താൽ കിട്ടുന്ന ഇബാദത്തുകളുടെ പോരിശ എങ്ങനെ മുഹയ്യിദ്ദീൻ ശൈഖിൻ്റെ കിതാബിൽ സ്ഥലം പിടിച്ചോ? എങ്ങനെ ഇമാം ഗസാലിയുടെ ഇഹ്യയിൽ സ്ഥലം പിടിച്ചോ? ഏതാണ് ഈ കിതാബുകളൊക്കെ? മുഹയ്യിദ്ദീൻ ശൈഖിനെ കുറിച്ച് നമ്മുടെ നാട്ടുകാരെന്താ പാടി പറയുന്നത്? ചൊല്ലീല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ അമാനില്ലാതെന്നോവർ. മഹാനായ റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് മാത്രമല്ലേ സൂറത്തുൻ നജ്മിൽ അത് പറഞ്ഞത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും സംസാരിക്കാറില്ല. അവിടുത്തേക്ക് റബ്ബ് വഹി കൊടുക്കുന്നത് ഏറ്റുപറയലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ളത്. അതേ മർത്തബയിലേക്ക്, പദവിയിലേക്ക് മുഹയ്യിദ്ദീൻ ശൈഖിനെ കുറിച്ചതാ മുഹയ്യിദ്ദീൻ മാല ചൊല്ലുന്ന ഉമ്മമാര്, ഉപ്പമാര്, സഹോദരങ്ങള് ഭക്ത്യാദരപൂർവം ചൊല്ലുന്ന മാലയിൽ കാണാം ശൈഖ് അവറുകൾ പറഞ്ഞു പോലും, ചൊല്ലീല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ല് നീ എൻ്റെ ആമാനില്ലാതെന്നോവർ. അല്ല എന്നോട് ചൊല്ല് എന്ന് പറയുമ്പോഴേ ഞാൻ ചൊല്ലാറുള്ളൂ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എന്നോട് അല്ല പറഞ്ഞു തന്നതല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ശൈഖ് ജീലാനി പറഞ്ഞു എന്ന് ഫുയൂദാത്തുർ റബ്ബാനിയ എന്ന അവർ സ്വന്ന ബൈത്തിലും ആ വരികൾ അറബി ഭാഷയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ അത് അറബി മലയാളത്തിൽ ഈ മാലപ്പാട്ടിലും അതുണ്ട്. എങ്ങനെ ഇത് കടന്നുകൂടി? അപ്പം അല്ല പറഞ്ഞു കൊടുത്തത് കളവാകുമോ? ഇതാണ് എൻ്റെ ജനങ്ങൾ ചിന്തിക്കേണ്ടത്, ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ല പറഞ്ഞതല്ലാത്തതൊന്നും മുഹയ്യിദ്ദീൻ ശൈഖ് പറയൂല എന്നാണ് മാലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലോ ആ മുഹയ്യിദ്ദീൻ ശൈഖിൻ്റെ അൽ ഗുന്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വന്നതിനെക്കുറിച്ച് ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാഹ്, ഇമാം നവവി റഹിമഹുല്ലാഹ്, സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് ഇവരൊക്കെ പറയുന്നു അതൊക്കെ ബാത്തിലാണ്, അതൊക്കെ കളവാണ് എന്ന് പറയുമ്പോൾ എവിടെയാണ് പെശക് സംഭവിച്ചത്? എവിടെയാണ് അബദ്ധം സംഭവിച്ചത്? ആർക്കാണ് അബദ്ധം സംഭവിച്ചത്? മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി മനഃപൂർവ്വം കള്ളം പറയുന്നതല്ല. അദ്ദേഹത്തിന് അത് കിട്ടി, അദ്ദേഹം അത് സ്വഹീഹാണെന്ന് വിചാരിച്ചു പറഞ്ഞിരിക്കും. ആ അബദ്ധമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ആ അബദ്ധം നമ്മൾ ഏറ്റുപാടുമ്പോഴാണ്, അബദ്ധം ന്യായീകരിക്കുമ്പോഴാണ് തെറ്റുകൾ സംഭവിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കണം, മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിൽ വന്നത് കള്ളമാണെന്ന് പിൽക്കാലത്ത് പണ്ഡിതന്മാർ പറയുക. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാകണം. അപ്പോഴാണ് ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ച് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. എന്തും കാണാനും മനസ്സിലാക്കാനും എത്രത്തോളം റഹ്മാനായ റബ്ബിൻ്റെ അറിവുകൾ പോലും എനിക്കുണ്ട്.
വഅലമു ഇൽമല്ലാഹ്, അള്ളാന്റെ അറിവൊക്കെ എനിക്കുമുണ്ട്. ഈ ലോകത്തെത്ര മണൽത്തരിയുണ്ട് എന്ന എണ്ണം എനിക്കറിയാം. സമുദ്രത്തിൽ എത്ര തിരയടിക്കുന്നുണ്ട് എന്ന എണ്ണം എനിക്കറിയാം. ഇവിടെയുള്ള കാടുകളിൽ എത്ര സസ്യലതാദികളുണ്ട്, വൃക്ഷങ്ങളിൽ എത്ര ഇലകളുണ്ട് എന്നതുവരെ എനിക്കറിയാം എന്ന് പറഞ്ഞ മുഹീദ്ദീൻ ശൈഖാണ് പറയുന്നത്. റജബിലെ ഒരുപാട് നിസ്കാരത്തിൻ്റെ പോരിശ അത് അദ്ദേഹത്തിന് അറിയാതെ പോയി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമൂഹം റഹ്മാനായ റബ്ബിനെ പോലെ എല്ലാം കാണാൻ കഴിവുണ്ടെന്ന് പറയുന്ന, എല്ലാം കേൾക്കാൻ കഴിവുണ്ടെന്ന് പറയുന്ന, എല്ലാം അറിയാനും അവർക്ക് കഴിവ് കൊടുക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ വിഷയം തെറ്റാണെന്ന് അവർ തന്നെ അവരുടെ ചുണ്ടുകൾ കൊണ്ട് ഭക്ത്യാദരപൂർവ്വം പാടിക്കൊണ്ടിരിക്കുന്ന മാലകളിലൂടെ, ഇതേ കിതാബുകളിലൂടെ തെളിയുന്നു. ഇനി അടുത്ത കിതാബ് ഏതാണ്? ശൈഖ് അദാ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ. ഏതാണ് ആ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിലും ഈ കള്ള ഹദീസുകൾ ഒരുപാട് സ്ഥലം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൽ വരാൻ പാടുണ്ടോ? ഇഹ്യയിൽ അങ്ങനെ കളവുകൾ വരാൻ പാടുണ്ടോ? അബദ്ധങ്ങളും അടിസ്ഥാനരഹിതങ്ങളും ഇഹ്യയിൽ ഇല്ല എന്നല്ലേ പാഠപുസ്തകത്തിൽ സമസ്തക്കാർ കുട്ടികളെ പഠിപ്പിക്കുന്നത്? സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ കാണാം, ഇമാം ഗസ്സാലി റഹിമഹുല്ലയുടെ പോരിശകളും പ്രാധാന്യങ്ങളും പഠിപ്പിക്കുമ്പോൾ ഗസ്സാലി ഇമാമിൻ്റെ ഇഹ്യാ എന്ന കിതാബിനെ കുറിച്ചൊരു കഥ പറയുന്നുണ്ട്. ഗസ്സാലി ഇമാമിൻ്റെ ഇഹ്യയിൽ അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അത് അംഗീകൃതമല്ല എന്ന് ഒരു പണ്ഡിതൻ പറഞ്ഞപ്പോൾ ആ പണ്ഡിതനെതിരെ ഗസ്സാലി ഇമാം റസൂലുള്ളാഹിക്ക് കേസ് ഫയൽ ചെയ്യുന്നു. അങ്ങനെ ഈ ഗസ്സാലിയുടെ ഇഹ്യായിനെ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ പണ്ഡിതൻ രാത്രി ഉറങ്ങാൻ കിടക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ അദ്ദേഹം അതാ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ ആരൊക്കെയാണ് നിൽക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരൊക്കെയുണ്ട്. അങ്ങനെയുള്ള മഹാന്മാരായ വ്യക്തിത്വങ്ങളെയൊക്കെ അദ്ദേഹം കാണുകയാണ്. ആ സദസ്സിലേക്കാണ് ചെന്ന് നോക്കുമ്പോൾ ഗസ്സാലി ഇമാം തൻ്റെ കിതാബും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇഹ്യാ എന്ന കിതാബ് പിടിച്ചിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് കംപ്ലൈൻറ്റ് പറയാണ്. ഹാദാ ഹസ്മീ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇതാണ് എൻ്റെ കിതാബ് തെറ്റാണെന്ന് എനിക്കെതിരെ അന്യായം പറഞ്ഞവൻ ഇതാ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പണ്ഡിതനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നിട്ട് ഈ കിതാബുൽ ഇഹ്യാ അങ്ങ് സമർപ്പിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ ഇഹ്യാ കിതാബ് പരിശോധിച്ചു എന്നാണ് കഥയിൽ പഠിപ്പിക്കുന്നത് കുട്ടികളെ. ഓരോ പേജുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്യാ ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചിട്ട് പറഞ്ഞു, വെരി ഗുഡ്, വളരെ നല്ലതാണ്, ഒരു തെറ്റുമില്ല, ഇത് പൂർണ്ണമായും ശരിയാണെന്ന് നബി തങ്ങൾ സർട്ടിഫൈ ചെയ്യുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കൈമാറുന്നു. അദ്ദേഹവും കിതാബ് ഇഹ്യാ ഉലൂമുദ്ദീൻ പരിശോധിക്കുന്നു. ഒരു തെറ്റുമില്ല, വളരെ ക്ലിയറാണ്, എല്ലാം നല്ലതാണെന്ന് അദ്ദേഹവും സർട്ടിഫൈ ചെയ്യുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യാന്തം പരിശോധിക്കുന്നു, മുഴുവൻ ശരിയാണെന്ന് പറയുന്നു. എന്നിട്ടോ ഈ കേസ് പറഞ്ഞ, ഈ കുറ്റം പറഞ്ഞ പണ്ഡിതന്റെ പുറത്ത് അടിക്കാൻ ഓർഡർ ഇടുന്നു. ഇഹ്യയെ കുറ്റം പറഞ്ഞ പണ്ഡിതനെ അടിക്കാൻ വേണ്ടി ഓർഡർ ഇടാണ്. അങ്ങനെ അടിച്ച് അയാൾ വേദന കൊണ്ട് പൊളയുമ്പോൾ അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മതി നബിയെ, ഇനി മതി, അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ട് ഇഹ്യാനെ കുറിച്ച് പറഞ്ഞതായിരിക്കും, ഇനി വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അടി നിർത്തിയെന്നാണ്. ആലോചിച്ച് നോക്കണം നമ്മൾ. എന്താ ഈ പറയുന്നത്? ഇഹ്യാ ഉലൂമുദ്ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധിച്ചതാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പരിശോധിച്ചതാണ്, ഉമർ റളിയല്ലാഹു അൻഹു പരിശോധിച്ചതാണ്. എല്ലാവരും ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ അതേ ഇഹ്യയിൽ റജബ് മാസത്തിൻ്റെ പോരിശ, റജബിലെ പ്രത്യേക നിസ്കാരത്തിൻ്റെ പോരിശ, റജബിലെ പ്രത്യേകമായ ഇബാദത്തുകളുടെ പോരിശ, അതെങ്ങനെ കടന്നുകൂടി? അപ്പോൾ എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ചിന്ത മുരടിച്ചു പോകരുത്. നമ്മൾ ആലോചിക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ആ കൃത്യമായ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വളരെ കൃത്യമായ കരങ്ങളിലൂടെ നമ്മിലേക്ക് അണഞ്ഞു വന്നതാണ്. അത് മുറുകെ പിടിക്കണം, അത് ശരിയായി മനസ്സിലാക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം, അത് വരുന്ന തലമുറക്ക് കൈമാറണം. അതിൻ്റെ പേരിൽ ത്യാഗം സഹിക്കണം, അതിന് വേണ്ടി നന്നായി അധ്വാനിക്കണം, ഇൽമ് ധാരാളമായി നേടണം, ജനങ്ങൾക്കത് വ്യക്തമാക്കി പഠിപ്പിച്ചു കൊടുക്കണം, അതുപോലെ തന്നെ അതിലേക്ക് അവരെ പ്രോത്സാഹിപ്പിക്കണം. ആ രൂപത്തിലാണ് സമൂഹം അവരെ ഏറ്റവും കൂടുതൽ നല്ലവരായ നിലക്ക് ഏറ്റെടുക്കേണ്ടത്. അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അത്
ഉമറായിൻ്റെ ഉത്തരവാദിത്തമാണ്. അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകണം, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവരുടെ ഇൽമിന്, ആ ഇൽമ് നേടുന്നതിന്, ആ ഇൽമ് പ്രചരിപ്പിക്കുന്നതിന് സഹായകരമാകുന്ന രൂപത്തിലുള്ള ഏത് മാർഗത്തിൽ എന്ത് പ്രത്യാഘാതങ്ങൾ വന്നാലും അവർക്ക് പിന്തുണയായിക്കൊണ്ട് സമൂഹം പിന്നിലുണ്ടാകണം. അത് വളർന്നു വരണം. ഈ ജാമിയ വളർന്നു വരണം. ഈ ജാമിയയുടെ ഒരുപാട് പുരോഗതിയുടെ പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തൊട്ട് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന അക്കാഡമിക് ബ്ലോക്ക് അത് നാളെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇനിയും അവിടെ കെട്ടിടം ഉയരേണ്ടതുണ്ട്. ഈ പള്ളിക്ക് പിന്നിൽ ലൈബ്രറി വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ വരേണ്ടതുണ്ട്, ചെറിയ മക്കൾക്ക്. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഖുർആനിൻ്റെ പദ്ധതികൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അതുപോലെ ലേഡീസിന് വേണ്ട, പെൺകുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ട ഇതേ സ്ഥാപനത്തിൻ്റെ മൻഹജിലും അതേ രൂപത്തിലുള്ള സിലബസും അനുസരിച്ചുകൊണ്ട് നമ്മുടെ വളർന്നു വരുന്ന പെൺമക്കൾക്ക് വേണ്ടിയുള്ള സ്ഥാപനവും ഉണ്ടാകേണ്ടതുണ്ട്. സർവശക്തനായ നാഥനോട് നിരന്തരമായി തേടുകയാണ് നമ്മുടെ മുമ്പിലുള്ള ഒന്നാമത്തെ വഴി. തേട്ടം തന്നെയാണ്, പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ ആയുധം. റഹ്മാനായ റബ്ബി ഇന്ന് വരെ നമ്മളെ കൈവെടിഞ്ഞിട്ടില്ല. ഒന്നിനു വേണ്ടി ചോദിച്ചപ്പോൾ 10 തന്നിട്ടേയുള്ളൂ. അതുകൊണ്ട് അത് ഇഖ്ലാസോടുകൂടെ ഇനിയും തുടർന്നാൽ റഹ്മാനായ റബ്ബ് നമ്മെ കൈവിടുകയില്ല. ആ രംഗത്തേക്ക് പൊതുജനങ്ങളുടെ ശ്രദ്ധ വേണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, വരാനിരിക്കുന്ന പദ്ധതികളിൽ പലതും ഏറ്റെടുക്കുവാൻ കഴിവുള്ളവർ ഈ സദസ്സിലുണ്ടാകും. 1 സെൻറ്റ് 2 സെൻറ്റ് അതുപോലെ തന്നെ അതിനു വേണ്ട സംവിധാനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ കഴിവുള്ളവരുണ്ടാകും. മനസ്സിലാക്കണം, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അതേ ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു പോയാലും അവൻ്റെ ഖബറിലേക്ക് എത്തുകയാണ്. അവൻ നൽകിയിട്ടുള്ള സദഖകൾ സദഖത്തുൻ ജാരിയ, അവൻ നൽകിയിട്ടുള്ള സദഖകൾ എത്തുകയാണ്. അവൻ പ്രസരിപ്പിച്ചിട്ടുള്ള ഇൽമിൻ്റെ ഫലം ഇവിടെ നിലനിൽക്കുകയാണ്. ഇഖ്ലാസോടെ ഒരാൾക്ക് ഒരു ഇൽമു പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിക്കുന്നവൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് ഒട്ടും കുറയാതെ തന്നെ അതിലേക്ക് ദിശാബോധം നൽകിയ മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റു മിസ്ലു ഫാഇലിഹി, ആരെങ്കിലും ഒരു ഖൈറിലേക്ക് ചൂണ്ടുപലകയായാൽ, ഗൈഡായി നിന്ന് കൊടുത്താൽ തന്നെയും ആ ഗൈഡ് അനുസരിച്ച് പ്രവർത്തിച്ച നല്ലവരുണ്ടാകും. അവരുടെ നന്മയുടെ പ്രവർത്തനങ്ങൾക്ക് അവർക്കൊട്ടും കമ്മി വരുത്താതെ നിർദ്ദേശം നൽകിയ വ്യക്തിയുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സ്ഥാപനത്തെ ഏറ്റെടുക്കണം. ഈ സ്ഥാപനത്തിൻ്റെ പദ്ധതികളെ നമ്മൾ ഏറ്റെടുക്കണം. ഇതിൻ്റെ പുരോഗതിയുടെ ഓരോ വശങ്ങളും വിലയിരുത്തണം. പോരായ്മകൾ ചർച്ച ചെയ്യപ്പെടണം, പരിഹാരങ്ങൾ കണ്ടെത്തപ്പെടണം. വിനീതരായ ദാസന്മാരായിക്കൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള സർവ്വ വഴികളിലൂടെയും നമ്മൾ മുന്നോട്ട് പോകണം. ചെറുപ്പക്കാരെ, നമുക്കാണ് വലിയ ഡ്യൂട്ടി ഉള്ളത്. യുവാക്കളാണ് എന്തിൻ്റെയും ചാലകശക്തി. യുവജനങ്ങൾക്കാണ് പലതും ചെയ്യാനാവുക. നമ്മുടെ ഈ കാലഘട്ടം പരലോകത്ത് വെച്ച് അതേ ഇൽമു നേടിയവൻ ഇൽമു കൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദിക്കപ്പെടുന്നത് പോലെ തന്നെ വഅൻ ശബാബിഹി ഫീമാ അഫ്നാ, അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് അവൻ്റെ യൗവനത്തെക്കുറിച്ച് ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് യുവജനങ്ങൾ ഉണരേണ്ടതുണ്ട്. ഒരു സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിൽ, വെളിച്ചം ഒരു രാജ്യത്ത് വിതറുന്നതിൽ യുവാക്കൾക്ക് വലിയ പങ്കാണുള്ളത്. നമ്മുടെ യുവജന സമ്മേളനങ്ങൾ കേരളം അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന വേളയാണ്. ബാധ്യതകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും വലിയ ബാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. തച്ച് തകർക്കുവാനുള്ളതല്ല യുവത്വം, കലാപത്തിലുള്ളതല്ല യുവത്വം, പ്രവർത്തിക്കാനുള്ളതാണ്, ധീരമായി ഇടപെടാനുള്ളതാണ്. ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെടേണ്ട വിധത്തിൽ ഇടപെടാനുള്ള ഹിക്മത്തറിയുന്ന യുവാക്കളാണ് നമുക്ക് ആവശ്യം. അതേ, ഇന്ത്യ രാജ്യം ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. അതേ, മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഒരൊറ്റപ്പെട്ടിയിൽ ഫാസിസത്തെ തകർത്തെറിയുമാറുള്ള വോട്ടുകളെല്ലാം ഏകീകരിക്കണം. അതിന് വിരുദ്ധമായി ആരൊക്കെ നിന്നവരുണ്ടോ, ഏത് സമുദായത്തിൻ്റെ പേരിൽ നിന്നവരുണ്ടോ, അവരൊക്കെയും മാറി നിന്നുകൊണ്ട് ഈ ഒരു കൂട്ടമായ ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഈ ഒരു പ്രത്യേകമായ ഘട്ടത്തെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബാലറ്റ് എന്ന അവകാശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയായി നിലനിൽക്കുവാൻ വേണ്ട രൂപത്തിലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ യുവാക്കളുണ്ടാകണം, യുവതികളുണ്ടാകണം, വിദ്യാർത്ഥികളുണ്ടാകണം, മുതിർന്നവരുണ്ടാകണം, സർവരുമുണ്ടാകണം. ആ അർത്ഥത്തിൽ നമുക്ക് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഇവിടെയാണ് ദഅവത്ത് നടത്തേണ്ടത്. നമ്മെ തെറ്റിദ്ധരിച്ചവരേറെയുണ്ട്, നമ്മെ
പുരോഗതിയുടെ എതിര് നിൽക്കുന്നവരെന്ന് പറഞ്ഞവരുണ്ട്. നമ്മെ പല പേരിൽ വിളിച്ചുകൊണ്ട് ശിർക്കാരോപണം നടത്തിയവരുണ്ട്. നമുക്ക് ഡേറ്റ് നിശ്ചയിച്ചവരുണ്ട്. നമുക്ക് എക്സ്പയറി ഡേറ്റ് തീരുമാനിച്ചവരുണ്ട്. ഈ വണ്ടി അധികകാലം പോവില്ലെന്ന് 15 ദിവസവും 6 മാസവും 1 കൊല്ലവും 2 കൊല്ലവും ഒക്കെ തിട്ടൂരം പറഞ്ഞ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ വിനയത്തോടെ അൽഹംദുലില്ലാഹ് വളരെ ശക്തമായി ഈ ആദർശത്തിൻ്റെ കൂട്ടായ്മ മുന്നോട്ട് പോവുകയാണ്. ആരുടെയും പ്രത്യേകത കൊണ്ടല്ല, ഹക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. ആദർശത്തിൻ്റെ മാർഗത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാതെ ആദർശത്തിൻ്റെ ഗോധയിൽ സംവാദം നടത്തേണ്ടിടത്ത് സംവാദം നടത്താൻ, ഖണ്ഡനം നടത്തേണ്ടിടത്ത് ഖണ്ഡനം നടത്താൻ, അതുപോലെ തന്നെ ഏത് ഘട്ടത്തിൽ ഇടപെടേണ്ടതുണ്ടോ അതിനൊക്കെയും കഴിവുള്ള തികവുറ്റ ആളുകളുണ്ട്. ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന നമ്മുടെ മക്കളിൽ അതിന് യോഗ്യരായവരുണ്ട്, അതിന് കഴിവ് തികഞ്ഞവരുണ്ട്. അള്ളാഹു നിലനിർത്തിക്കൊടുക്കുമാറാകട്ടെ, പുരോഗതിപ്പെടുത്തുമാറാകട്ടെ. എല്ലാം വിനയത്തോടുകൂടി റഹ്മാനായ റബ്ബിനോട് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട്, നാഥാ ആര് കൈവടിഞ്ഞാലും നീ ഞങ്ങളെ കൈവടിയല്ലേ എന്ന് റഹ്മാനായ റബ്ബിനോട് ചോദിക്കണം. റഹ്മാനായ റബ്ബ് വിധിച്ചതല്ലാത്ത ഒന്നും നമുക്ക് വരില്ല. ഖുൽ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. അവനാണ് നമ്മുടെ മൗല, അവനാണ് നമ്മുടെ രക്ഷാധികാരി. അവനിലെല്ലാം അർപ്പിച്ചുകൊണ്ട്, അവനിലെല്ലാം സമർപ്പിച്ചുകൊണ്ട്, ഇഖ്ലാസോടുകൂടി ആദർശ രംഗത്ത് കൃത്യമായി പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പഠനങ്ങൾ നന്നായി നടത്തിക്കൊണ്ട് മുന്നോട്ട് കുതിക്കണം. സഹായം തരേണ്ടത് അല്ലാഹുവാണ്. ആ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ നാഥൻ ഈ മഹനീയമായ ഈ വിജ്ഞാന ഗോപുരത്തെ, ഈ പ്രദേശത്തിന് വെളിച്ചം പകരുന്ന, ലോകത്തിലേക്ക് മുഴുവനും വെളിച്ചം പ്രസരിക്കുവാൻ മാത്രം ഏറ്റവും കൂടുതൽ ജ്വാലകൾ കൃത്യമായി തന്നെ ഈ സമൂഹത്തിന് നൽകുന്ന, വെളിച്ചം പകരുന്ന ഒരു കേന്ദ്രമാക്കി അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, പുരോഗതിയിലേക്ക് നയിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിരന്തരം ഉണ്ടാകണം എന്നുകൂടി അവസാനം ഒന്നുകൂടി വസിയത്ത് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാൻ, നേരിൻ്റെ പാതയിൽ മുന്നേറുവാൻ, നേര് ആർജവത്തോടുകൂടി ഉൾക്കൊള്ളുവാൻ, ആർജവത്തോടെ ആ നേരിൻ്റെ പാതയിലായിക്കൊണ്ട് തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുവാൻ, സജ്ജനങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ വേദി പങ്കിടുവാൻ, നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട്, നല്ല നല്ല വാർത്തകൾ കേട്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ما لي أراها بالسواد تلفع ما للعيون بدمعها رقراقة.